9ാം ക്ലാസ് കേരള പാഠാവലി ചോദ്യപേപ്പറിന് പകരം കിട്ടിയത് 8ാം ക്ലാസ്സിലെ പേപ്പർ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയ്ക്കാണ് തെറ്റായ ചോദ്യപേപ്പർ നൽകിയത്. തലശ്ശേരി നോർത്ത് BRCക്ക് കീഴിലുള്ള സ്കൂളുകളിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കവറിൽ 9ലെ പേപ്പറും ഉണ്ടായിരുന്നു എന്നാണ് വിശദീകരണം. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. മിഥുൻ, 9ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറിന് പകരം ലഭിച്ചത് 8ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ അല്ലേ? അതായത് ഗുരുതരമായ വീഴ്ചയാണ്. ഇത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്? തലശ്ശേരി നോർത്ത് BRCക്ക് കീഴിലുള്ള സ്കൂളുകളിലാണ് ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത്. 9ാം ക്ലാസ് കേരള പാഠാവലി ചോദ്യപേപ്പറിന് പകരം കിട്ടിയത് 8ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30-ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയ്ക്കാണ് ഇത്തരത്തിൽ തെറ്റായ ചോദ്യപേപ്പർ കിട്ടിയത്. ഇന്നലെ കഴിഞ്ഞ 8ാം ക്ലാസ് പരീക്ഷയുടെ പേപ്പറാണ് ഇന്ന് നടക്കേണ്ട പരീക്ഷയ്ക്ക് കിട്ടിയത്. പരീക്ഷ നടത്തുന്നതിൽ വീഴ്ചയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇതേ കവറിൽ തന്നെ 9ലെ പേപ്പറും ഉണ്ടായിരുന്നു എന്നൊരു വിശദീകരണം കൂടി അവർ നൽകുന്നുമുണ്ട്. ഏറെ വൈകി ഈ ചോദ്യപേപ്പർ നൽകിക്കൊണ്ട് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് 1:30-ക്ക് തുടങ്ങേണ്ട പരീക്ഷ 2:45 ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി എന്തായാലും ഈ പരീക്ഷാ സമയം മാറി ആരംഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള സമയം ആ കുട്ടികൾക്ക് ലഭിക്കുമല്ലോ അല്ലേ? അത് തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയല്ല, അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ചോദ്യപേപ്പർ, അതായത് ഇന്നലെ കഴിഞ്ഞ പരീക്ഷയുടെ പേപ്പറാണ് ഇന്നത്തെ പരീക്ഷയ്ക്കായി നൽകിയത്. സ്വാഭാവികമായും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ സമയം കൂടി കൃത്യമായി വിദ്യാർത്ഥികൾക്ക് എഴുതാനുള്ള സമയം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 9ാം ക്ലാസ് കേരള പാഠാവലി ചോദ്യപേപ്പറിന് പകരമാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. 8ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറാണ് നൽകിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയ്ക്കാണ് തെറ്റായ ചോദ്യപേപ്പർ ലഭിച്ചത്. തലശ്ശേരി നോർത്ത് BRCക്ക് കീഴിലുള്ള സ്കൂളിലാണ് വീഴ്ച സംഭവിച്ചത്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.